പഞ്ചായത്തിലും കെ സ്മാർട്ട് വന്നു. കെ സ്മാർട്ടിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. രജിസ്ട്രേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ വരുന്നുണ്ട്, എംപ്ലോയി രജിസ്ട്രേഷൻ വരുന്നുണ്ട്, സിറ്റിസൺ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ രജിസ്ട്രേഷനാണ്. അതായത് ലൈസൻസികൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണേ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. ലൈസൻസ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡ്, ഇതെല്ലാം PDF ഫോർമാറ്റിൽ, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ JPG ഫോർമാറ്റിലാണ് വേണ്ടത്. ഇതിൻ്റെ എല്ലാം സൈസ് 1 MB താഴെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആദ്യം തന്നെ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകണം. അതിന് കെ സ്മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ കെ സ്മാർട്ട് LSGD എന്ന് പറഞ്ഞ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലെത്താൻ സാധിക്കും. അവിടെ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓർഗനൈസേഷൻ ലോഗിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ ലോഗിനിൽ ഏറ്റവും താഴെ ബിൽഡിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ എന്ന് കാണാം, സെൻഡ് OTP എന്നതിൻ്റെ താഴെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസി രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആവുന്നതാണ്. ബിൽഡിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓർ രജിസ്റ്റർ യൂസറാണ്. യൂസറിൻ്റെ പേരും അതുപോലെ തന്നെ യൂസർ നെയിമായിട്ട് ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. 8 ക്യാരക്ടേഴ്സുള്ള അപ്പർ കേസും നമ്പറും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും വരുന്നൊരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ആധാർ കാർഡും മൊബൈലും ലിങ്ക്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് OTP കിട്ടും. ആ OTP വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. മൊബൈലിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ എന്നാണ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അതിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഹൗസ് നെയിം ഓർ ഹൗസ് നമ്പർ, സിറ്റി, പ്ലേസ്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ് എന്നിവയാണ് ഇതിൽ വരുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയും ആധാർ കാർഡും അപ്ലോഡ് ചെയ്യണം. JPG റീസൈസ് ചെയ്യുന്നതും PDF 1 MB താഴെ കംപ്രസ് ചെയ്യുന്നതും ചെറിയ വീഡിയോ ആയിട്ട് ഇടാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ആസ് എ ലൈസൻസി ഡീറ്റെയിൽസ്, ലൈസൻസ് ഡീറ്റെയിൽസ്, ഇനി അതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലസ് ബട്ടൺ കാണും. ആഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൽ ക്വാളിഫിക്കേഷനും ഇയർ ഓഫ് പാസും സബ്ജക്റ്റും ഇഷ്യൂയിങ് അതോറിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ 1 MB താഴെ. അത് SSLC അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ BTech ആണെങ്കിൽ BTech, അതല്ല വേറെ ഏതെങ്കിലുമാണ് ക്വാളിഫിക്കേഷനെങ്കിൽ അതാണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ SLC മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യാം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും എക്സ്പീരിയൻസ് ആസ് എ ലൈസൻസി ഡീറ്റെയിൽസും ഇതുപോലെ പ്ലസ് ബട്ടൺ അമർത്തി എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് ആഡ് ലൈസൻസി ഡീറ്റെയിൽസ് ആണ്. അതിൽ ലൈസൻസ് കാറ്റഗറി, ലൈസൻസ് ടൈപ്പ്, രജിസ്ട്രേഷൻ ടൈപ്പ്, പിന്നെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ലൈസൻസ് കാറ്റഗറിയിൽ 3 ടൈപ്പ് ഉണ്ട്. ഡീംഡ് ഉണ്ട്, റെഗുലർ ഉണ്ട്, എംപാനൽഡ് ഉണ്ട്. ആദ്യം റെഗുലർ എന്താണെന്ന് പറയാം. റെഗുലറിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. എഞ്ചിനീയർ A എല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, ഏത് ടൈപ്പാണ്, ന്യൂലി ആണോ അതോ റിന്യൂഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുക. ആരാണോ ഇഷ്യൂയിങ് അതോറിറ്റി അതാണ് നെക്സ്റ്റ്. ഇഷ്യൂയിങ് അതോറിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈസൻസിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ എക്സ്പയറി ഡേറ്റ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് റെഗുലർ ലൈസൻസിനാണ് ബാധകമായിട്ടുള്ളത്. ലൈസൻസ് നമ്പർ കൊടുക്കാൻ മറക്കരുത്. അടുത്തത് എക്സിസ്റ്റിംഗ് ലൈസൻസിൻ്റെ PDF ഫോർമാറ്റിൽ 1 MB താഴെയുള്ളൊരു ഫയലാണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു
ചാർട്ടേഡ് എഞ്ചിനീയർ ആണെങ്കിൽ ഡീംഡ് ലൈസൻസ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ചാർട്ടേഡ് എഞ്ചിനീയർ എന്നുള്ള ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂലി ഇഷ്യൂഡ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല, കാരണം അത് ലൈഫ് ടൈം ആയതുകൊണ്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിക്ലെയർ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടു JD ഓർ RJD ഓഫീസ് ഫോർ റിവ്യൂ ആൻഡ് അപ്രൂവൽ. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക. യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രസ്സും അതിൻ്റെ സ്റ്റാറ്റസും ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് K-SMARTൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക, രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈസൻസ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് താഴെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ രജിസ്റ്റർ മൊഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ വിൻഡോ വരും, അതിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ കാണാൻ പറ്റും. അതിൽ ലൈസൻസ് ഡീറ്റെയിൽസ് എന്നുള്ള അവിടെ വരുമ്പോൾ അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ആണോ പ്രോസസ്സിംഗ് ആണോ എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ലൈസൻസ് അപ്രൂവൽ കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ K-SMARTൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. K-SMART LSGD ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ K-SMARTൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ ഓർഗനൈസേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഓർഗനൈസേഷനിൽ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നെയിം, ലൈസൻസിൻ്റെ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരും. സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ലൈസൻസി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്ത വീഡിയോയിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ലൈസൻസ് രജിസ്ട്രേഷനുമായിട്ട് സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.